ആം ഐ ഇനഫ്? ഒരുപാട് സിറ്റുവേഷൻസിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആക്കാറുണ്ടല്ലേ. നമ്മളേന്നല്ല, എന്നെ ഒരുപാട് സിറ്റുവേഷൻസിൽ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ഒന്നുമല്ല, എന്താ പറയുക, സെൽഫ് വർത്തിനെയൊക്കെ ഡൗട്ട് ചെയ്യിപ്പിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് വർത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്കിടയ്ക്കിടെയായി വരുന്ന ആം ഐ ഇനഫ് തോട്ടുകളെ കുറിച്ചിട്ടാണ്. സോ യെസ്, ആം ഐ ഇനഫ്? ആം ഐ ഇനഫ് ഫോർ ദിസ് ജോബ്? ആം ഐ ഇനഫ് ഫോർ ഹെർ? ആം ഐ ഇനഫ് ഫോർ ബീങ് വിത്ത് ദം? ഇങ്ങനെ ഒരുപാട് ആം ഐ ഇനഫ് തോട്ടുകൾ നമ്മളെ ശ്വാസം മുട്ടിക്കാറുണ്ട്. ആം ഐ ഇനഫ് എന്താണ് നമ്മളിങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് നിർത്തിക്കുന്നത് എന്നുള്ളത്, ഈ സെൽഫ് വർത്തിനെ തന്നെ ഡൗട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. ഒരു കഥ പറയാം. കഥ അതല്ല, ഒരു 2-3 months മുന്നേ ആയിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു റാൻഡം ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഇങ്ങനെയായിരുന്നു, എനിക്ക് എൻ്റെ കൂടെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അവരുടെ കൂടെ നടക്കുമ്പോൾ ഞാനെന്തോ ഫിറ്റ് ആവാത്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ എങ്ങനെയാവും കാണണേ, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആയിരിക്കുമോ ഞാൻ അവരുടെ കൂടെ നടക്കുന്നത്, ഇങ്ങനെ ഒരുപാട് പരിഭവങ്ങളൊക്കെയാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളത്. ഞാൻ ചോദിച്ചു, അതായത് അവർ ഈ ഒരു കാര്യം നിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോ? അതായത് എനിക്ക് കംഫർട്ടബിൾ അല്ല, അവർക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളത് നിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അവരെ നിങ്ങൾ എവിടെയെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ കെയർ ചെയ്യാത്ത പോലെയോ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അവൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു തോട്ട് കയറി വന്നതെന്നുള്ളതാണ്. എവിടേക്കാണ് ഞാൻ ഫിറ്റ് അല്ല എന്നുള്ള തോട്ട്സ് കയറി വന്നതെന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മളെക്കുറിച്ച് പല ആൾക്കാരും നല്ലതൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ എവിടുന്നോ കേട്ട ഒരു നെഗറ്റീവ് ടോക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായ ഒരു നെഗറ്റീവ് തോട്ട്, അത് നമ്മൾ വീണ്ടും ടെൻസ്ഡ് ആക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരായിട്ട് വരെ നമ്മൾ തന്നെ കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ആം ഐ ഇനഫ് തോട്ടല്ല. ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. എനിക്കതിനുള്ള സ്കില്ലില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ഞാൻ ഇനഫാണോ എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ടിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് വാട്ട് ഐ ഗസ് is because of not knowing what to talk, not knowing how to deal with stranger. ഞാൻ ഈ ഒരു കാര്യം ലാസ്റ്റ് എൻ്റെ HR-ൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ ഒരുമിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുകയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു സ്ട്രേഞ്ചറുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സെയിങ് ഇല്ലേ, അത് ഈ ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. ലൈക്ക് ഒരു പബ്ലിക് സ്റ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം വരികയാണ്, അതായത് ഇവിടെ ആർക്കാണ് ഇന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് പാടാനായിട്ട് ആർക്കാണ് പറ്റുകയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യം കേട്ടിട്ട് ഓക്കെ എനിക്ക് പറ്റും, പക്ഷേ എനിക്കത് അവിടെ പോയി അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഇന്ന ഒരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് അത് പുറത്ത് കാണിക്കാതെ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അത് പുറത്തോട്ട് കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് കൺവേ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് വർക്ക് ആവൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും എന്നുള്ളതാണ്. അതുപോലെ വേറൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മാർക്കറ്റിൽ പോവുകയാണ്, ഒരു ചക്ക മേടിക്കുകയാണ്. ചക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, ജാക്ക് ഫ്രൂട്ട്. യെസ്. അപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ ഓക്കെ വലിയൊരു ചക്ക, അപ്പോൾ കുഴപ്പമില്ല, മേടിച്ചേക്കാമെന്ന് വിചാരിച്ച് മേടിക്കുകയാണ് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അവസാനം അത് മുറിച്ച് നോക്കുമ്പോൾ ആയിരിക്കും മനസ്സിലാവണേ അതിൽ പ്രത്യേകിച്ച് ഒന്നും ടേസ്റ്റിനുള്ളതാണൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പക്ഷേ നേരെ മറിച്ച് വേറൊരു ചെറിയ ചക്കയിലായിരിക്കും കൂടുതൽ ടേസ്റ്റുള്ള ചുളകളൊക്കെ ഉണ്ടായിരിക്കണേ എന്നുള്ളത്. ഓക്കെ, അതായത് നിങ്ങളെക്കാൾ സ്കിൽസ് കുറച്ചുള്ള ആൾക്കാരൊക്കെ അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കാര്യം അവർ പുറത്ത് ഭീകരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അത് അറിയാമെന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിട്ട് ആ പയ്യൻ കൊള്ളാലോ, അല്ലെങ്കിൽ നല്ലപോലെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ പുറമേ കാണുന്ന ഒരു അറ്റയറാണല്ലോ ആദ്യം നോക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം പുറത്ത് വന്നാൽ മാത്രമല്ലേ നിങ്ങളുടെ സ്കിൽസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോട്ടാണ് എന്നെ സംബന്ധിച്ചിട്ട് അതിനുള്ള ഒരു റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് എനിക്ക് സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നതാണല്ലോ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ പ്രശ്നത്തിനുള്ള ഒരു റീസണായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു ലിമിറ്റഡ് സ്പേസിൽ ആദ്യം മുതലേ ജീവിച്ചതുകൊണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എന്താണ് ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കേണ്ടത്, ഓക്കെ പേര് ചോദിക്കാം, സ്ഥലം ചോദിക്കാം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ
അതുമാത്രം ഉണ്ടായത് പോരല്ലോ. പക്ഷേ ഇപ്പോൾ പിന്നെയും മെല്ലെ ഓക്കെ ആയി വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു പേഴ്സണൽ സ്പേസിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉള്ളൂ എന്നുള്ളതാണ്, ഈ ഒരു സംസാരിക്കാനായിട്ടുള്ള പ്രശ്നം ഉള്ളൂ എന്നുള്ളതാണ്. ഒരു ക്രൗഡിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അതിലും കോൺഫിഡൻ്റ് ആയിട്ട് എന്താണ് ഒരു ക്യാമറ അപ്രോച്ച് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ഇപ്പോൾ ഈ മൈക്കിൻ്റെ ഫ്രണ്ടിലിരുന്ന് പറയാനായിട്ടും എനിക്ക് പറ്റും. പക്ഷേ ഒരു ഇൻ പേഴ്സൺ വരുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ എന്നുള്ളത്. ഇനി നമുക്ക് ഒരു ആം ഐ ഇനഫ് തോട്ട് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഒന്ന് സോർട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെയാണ്. ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതിൽ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഡെയിലി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അയ്യോ ഡു ഐ ഡിസേർവ് ദെയർ ലവ്, അല്ലെങ്കിൽ ഞാൻ ഒരു ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണോ, ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷനിലാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തോട്ട്സൊക്കെ വരാറുണ്ട്. നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു കൾച്ചർ സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് മെയിൻ പ്രോബ്ലം എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് വരെ ഭയങ്കര സിംഗിളായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ജോബില്ലാണ്ടായിരിക്കും ഉണ്ടാവുക, ഫൈനാൻഷ്യൽ സൈഡ്സ് ഒക്കെ ഒരു പ്രോപ്പർ ഫ്ലോയിലൊന്നും ആയിരിക്കില്ല പോകുന്നുണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് സൊസൈറ്റി ഉണ്ടാക്കുന്ന റൂൾസൊക്കെ കാരണം നമ്മളെപ്പോഴും നമ്മളിൽ തന്നെ ഡൗട്ട് അടിച്ച് നിൽക്കുകയായിരിക്കും എന്നുള്ളത്. അത് സോൾവ് ചെയ്യാനുള്ള ഓട്ടത്തിനിടയ്ക്ക് നമ്മളുടെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് മറന്നു പോകുന്നു എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു സെൽഫ് ക്രിറ്റിക് ഉണ്ടല്ലോ, എന്താ പറയുക, പുള്ളിക്കാരൻ മൊത്തത്തിൽ സീനായി കളയുന്നുള്ളതാണ്. അതായത് കുറച്ചെന്തെങ്കിലും മോട്ടിവേഷൻ വന്നാലും പിന്നെയും പുള്ളിക്കാരൻ കയറി വന്നിട്ട് അയ്യോ നിനക്ക് ഇത് പറ്റുന്നില്ലല്ലോ, പിന്നെ എന്തിനു നിന്നെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള തോട്ട്സൊക്കെ കയറ്റി വിടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. യെസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കമ്പയർ ചെയ്യുന്നത്, അതായത് നിങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും നിങ്ങളെ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ചിട്ടോ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കുന്നതിലാണ്. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ജലസ് ആയിരിക്കുന്നതിനോ പകരം ആ ഒരു തോട്ട്സിനൊക്കെ പകരം അവരുമായിട്ട് പാഷനേറ്റ് ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കി, അവരെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. യു വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. ഓരോ ഇൻഡിവിജ്വലും അവരുടെ സ്ട്രഗിൾസും അവരുടെ ജേണിയൊക്കെ അത്രയും ഇൻസ്പയറിങ് ആവും. നമ്മളെപ്പോലെ തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ മുന്നേ വായിച്ചൊരു കോട്ടാണ്, ഡോണ്ട് ബിലീവ് എവ്രിതിങ് യു തിങ്ക് എന്നുള്ളത്. നെക്സ്റ്റ് ഫാക്റ്റാണ് പറയണേ, നിങ്ങൾക്ക് വരുന്ന എല്ലാ തോട്ട്സും ശരിയാവണമെന്നില്ല. അതിൽ അത്രയും വിശ്വസിച്ച് അധികം ചെയ്യൂ, അതാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ മാത്രമാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. ചിലത് ശരിയാവും, ചിലത് വെറും തോന്നലുകൾ മാത്രമാവും എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഈസി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ലയറാണെന്നൊക്കെയാണ് പറയുക. അപ്പോൾ ആ മൈൻഡ് പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് വിശ്വസിക്കാതെ ടൈം എടുത്ത് ഈസി ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു നോക്കിയിട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വീണ്ടും ഒരു കോട്ടാണ്. ഇവൻ ഇന്ന് ലവ് ടോക്സിന് പകരം കുറേ കോട്ട്സും കൊണ്ട് ഇറങ്ങിയൊക്കെയാണെന്ന് വിചാരിക്കേണ്ടാവല്ലേ. സാധാരണ കുറേ ലവ് ടോക്സ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, പക്ഷേ ഇത് കുറച്ച് ഇൻസ്പയറിംഗ് ആണല്ലോ എന്താ പറയുക. കോട്ട് എങ്ങനെയാണ്, അൺടിൽ യു സ്റ്റോപ്പ് ബ്രീതിങ് ദർ ഇസ് മോർ റൈറ്റ് വിത്ത് യു ദാൻ റോങ് വിത്ത് യു എന്നുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലെൻസും ഭൂതക്കണ്ണാടിയൊക്കെ വെച്ചിട്ട് അയ്യോ ഞാൻ ചെയ്ത കാര്യമൊക്കെ തെറ്റായി പോയെന്നൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ, ഈ ഫ്ലോസ് മാത്രം കണ്ടെത്താൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെപ്പോഴും നോക്കിയിരിക്കത്തേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഈ ഫ്ലോസിനൊക്കെ കൂടുതൽ അവിടെ പോസിറ്റീവ് തിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, യെസ് ലവ്. നിങ്ങൾക്ക് എപ്പോഴാണ് എനിക്ക് ഈ ലവ് ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള തോട്ട്സൊക്കെ വരുന്നത്, ഒരു തരം ആങ്കർ അല്ലെങ്കിൽ ഡിപ്രഷൻ, സാഡ്നെസ് ഒക്കെ വരുമ്പോൾ ആയിരിക്കും അല്ലേ, ഒരു ലോ ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും അല്ലേ, ആ ഒരു സമയമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കെയർ നിങ്ങളെ ഒരുപാട് രീതിയിൽ അതുമായിട്ട് ഗ്രേറ്റ്ഫുൾ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്, അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിതിൽ ബെറ്റർ വേണം, പക്ഷേ അത് വേണ്ടാന്നല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പിന്നിട്ട വഴികളുണ്ടല്ലോ, അതിലൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു പീസ് കണ്ടെത്താനായി ശ്രമിക്കുക എന്നുള്ളത്. ഫോക്കസ് ഓൺ പ്രോസസ് റാദർ ദാൻ പെർഫെക്ഷൻ എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ഒക്കെ ആണെന്ന് പറയാം. എനിക്ക് ചില കാര്യങ്ങളിൽ നിന്നല്ല, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു വാശിയൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോജക്ട്സ്, ഒരുപാട് ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ പാതി വഴിക്ക് ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇതിൻ്റെ ഔട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ജസ്റ്റ് അതൊന്ന് ഇറക്കി, ഓക്കെ ഇന്ന ഭാഗങ്ങൾ ഇനി ഇമ്പ്രൂവ് ആക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, ആ ഒരു കമൻസ് ഒക്കെ വരുമല്ലോ. പഴയ പോലെയല്ല, കഴിഞ്ഞ വർക്കിനേക്കാൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, ആ ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ, അതിൽ ഹാപ്പി ആകുക എന്നുള്ളതാണ്. നിർത്തി പോകാൻ തോന്നുന്ന സമയത്ത് ഇത്രയും എത്തിയില്ലേ, അതായത് നിന്നെ കൊണ്ട് പറ്റുന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് സ്വയം അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ട്രാൻസ് സിനിമയിൽ ഫഹദൊക്കെ ചെയ്യുന്നില്ലേ, സെയിം കാര്യമാണെന്നുള്ളത്. ഫഹദ് മാത്രമല്ല, അവിടെ ചില സ്റ്റോറി ടെല്ലേഴ്സൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്നുള്ളത്. ഈ ചിലാന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് തിങ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് യുവർ സെൽഫ് എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. യു ക്യാൻ ഹേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് ഓക്കെ ഞാൻ ലവ് ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മളുടെ അടുത്ത് തന്നെ പറയേണ്ട ആവശ്യമില്ല. അതൊരിക്കലും ആ ഒരു പ്രശ്നത്തെ ഇല്ലാണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് കൂടുതൽ അയ്യോ എനിക്ക് പറ്റില്ല എന്നുള്ള തോട്ട്സൊക്കെ വരാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. നിങ്ങൾ ഇനഫാണ് മിസ്റ്റർ എന്നാണ്, നിങ്ങൾ പൊളിയാണ്. സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് ഹാബിറ്റ്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്, ആ ടിപ്സൊക്കെ എപ്പോഴും ഫോളോ ചെയ്യാന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ കാണുന്ന സമയത്ത് ഈ ഒരു ആമേ ഇനഫ് തോട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്നങ്ങ് മാറുന്നൊന്നും പറയുന്നില്ല, പക്ഷേ യു വിൽ ബി ഫൈൻ, യു വിൽ ഫൈൻഡ് ദാറ്റ് മാജിക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വെള്ളിയാഴ്ച കാണാം. അപ്പോൾ ടാറ്റാ, ബൈ.